ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു വീഡിയോയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിവേഴ്സ് ആൻഡ് ദ സോളാർ സിസ്റ്റം എന്നുള്ള ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 2025 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജൈൻ സ്റ്റാർസ് ഡ്വാർഫ് സ്റ്റാർസിനെക്കാട്ടിലും കൂടുതൽ വർഷം ജീവിക്കും എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡ്വാർഫ് സ്റ്റാർസിനെ കമ്പയർ ചെയ്യുമ്പോൾ ജൈൻ സ്റ്റാർസിന് കൂടുതലായിട്ടുള്ള റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദിസ് ഇസ് ട്രൂ ബട്ട് ദിസ് ഇസ് ഫാൾസ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. പിന്നെ അടുത്തത്, സെഫൈറ്റ്സ് എന്താണ്? ജൈൻറ്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് ഇൻ സ്പേസ്. നെബുലേ ഇസ് ദ സ്റ്റാർസ് വിച്ച് ബ്രൈറ്റൻ ആൻഡ് ഡിം പീരിയോഡിക്കലി. പൾസേഴ്സ് ആർ ദ ന്യൂട്രോൺ സ്റ്റാർസ് ദാറ്റ് ആർ ഫോംഡ് വെൻ മാസീവ് സ്റ്റാർസ് റൺ ഔട്ട് ഓഫ് ഫ്യൂവൽ ആൻഡ് കൊളാപ്സ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ആൻസർ ഇസ് ഓൾ ത്രീ. In a major solar system, solar flare reaches the earth. Which of the following are possible effects of the earth? അതായത് സോളാർ ഫ്ലെയർ, സൂര്യന് സോളാർ ഫ്ലെയർ എത്തുന്ന സമയത്ത് എന്തൊക്കെ നടക്കാം? GPS and navigation system could fail. ശരി. Tsunamis could occur at equatorial regions. ഒരു ബന്ധവുമില്ല. Power grids could be damaged. True. Indian auroras could occur over much of the earth. True. Forest fire could take place over and wrong. Orbits of the satellites could be disturbed. True. Shortwave radio communications of the aircrafts flying over polar regions could be interrupted. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് 2ഉം 5ഉം ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ് നോക്കാം. 2ഉം 5ഉം ഇല്ലാത്ത ഓപ്ഷൻ സി. Which one of the following is the reason why astronomical distances are measured in light year? 2021 ചോദ്യമായിരുന്നു ലൈറ്റ് ഇയറിനെ കുറിച്ചുള്ള. എന്തുകൊണ്ടാണ് ലൈറ്റ് ഇയർ വെച്ചിട്ട് ആസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്? കാരണം എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആണ്, മാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പെരിമെൻറ്റ് വിൽ എംപ്ലോയ് എ ട്രയോ ഓഫ് സ്പേസ് ക്രാഫ്റ്റ് ഫോർമേഷൻ ഓഫ് ദ ഷേപ്പ് ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിൽ 1 million കിലോമീറ്റർ ലോങ് ആണ്, വിച്ച് ലേസേഴ്സ് ഷൈനിങ് ബിറ്റ്വീൻ ദ ക്രാഫ്റ്റ്. ഇത് ഏതാണ്? ഇത് ഇവോൾഡ് ലിസനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഈ ലിസൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ ലിസ ആക്ച്വലി റിപ്പീറ്റേറ്റീവ് ആണ്, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി സയൻറ്റിസ്റ്റ് ഒബ്സർവ് ദ മെർജർ ഓഫ് ജൈൻറ്റ് ബ്ലാക്ക് ഹോൾസ് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് എവേ ഫ്രം എർത്ത്. അത് എന്തിൻ്റെ ഒബ്സർവേഷന് ഹെൽപ്ഫുൾ ആണ്? അത് എന്തിനായിരിക്കും ശരിക്കും പറഞ്ഞാൽ? നമുക്ക് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ചിട്ടല്ലേ നമ്മൾ പഠിച്ചില്ലേ? ഗ്രാവിറ്റേഷണൽ വേവ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ദാറ്റ് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ മെർജ് ആവുന്ന സമയത്ത്, മുട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നെബുലർ സ്റ്റാർസ് ഒക്കെ മുട്ടുന്ന സമയത്താണ് ഈ സംഭവം ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ ദിസ് ഇസ് മെയിൻലി അബൌട്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈറ്റ് ഇസ് എഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി. യൂണിവേഴ്സ് ഇസ് കോൺസ്റ്റൻ്റ്ലി എക്സ്പാൻഡിങ്. മാറ്റർ റാപ്സ് സറൗണ്ടിങ് സ്പേസ് ടൈം. എല്ലാം ശരിയല്ലേ? ഓൾ ട്രൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇവോൾഡ് ലേസർ ട്രാൻസ്ഫോർമേറ്ററി സ്പേസ് ആൻറ്റിന? ഇത് സെയിം ഈ ലിസിനെ കുറിച്ചിട്ട് തന്നെ പറയുന്നത്. ഈ ലിസ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്? ഈ ലിസ എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ വേവ്സിന് വേണ്ടിയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ദിസ് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഇസ് റിപ്പീറ്റിംഗ്, ഈ ലിസ ഇസ് റിപ്പീറ്റിംഗ്, ആൻഡ് ഓൾസോ ദിസ് തിങ് കോൾഡ് ബ്ലാക്ക് ഹോൾ, അങ്ങനത്തെ സാധനങ്ങൾ ഇസ് ഓൾസോ റിപ്പീറ്റിംഗ്. ഇനി ദ ടേംസ് ഇവൻറ്റ് ഹൊറൈസൺ, സിംഗുലാരിറ്റി, സ്ട്രിങ് തിയറി, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ് മോഡൽ, ഇതൊക്കെ എന്തിൻ്റെ ബേസിസ്? എന്താണ് ഇതിന് മെയിനായിട്ട്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിവേഴ്സ് അല്ലേ? ഒബ്സർവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി യൂണിവേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഗോൾഡിലോക്ക് സോണിനെ പറ്റിയിട്ട് 2015 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിൽ അവർ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഒരു സാധനം തന്നിട്ടുണ്ട് നമുക്ക്. ഹാബിറ്റബിൾ സോൺ എന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട്. ഹാബിറ്റബിൾ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. ഗോൾഡിലോക്ക് സോൺ എന്ന് പറഞ്ഞാൽ ഹാബിറ്റബിൾ സോണാണ്. പക്ഷേ എബോവ് ദ എർത്ത് സർഫസ് എന്നുള്ളത് നമ്മൾ വായിക്കണം കേട്ടോ. എർത്തിന് മേലെയുള്ളൊരു സിറ്റുവേഷൻ ആണോ? അല്ല, എർത്താണ് ഗോൾഡിലോക്ക് സോൺ. സോ ദ ആക്ച്വൽ ആൻസർ ഇസ് റീജിയൻസ് ഇൻസൈഡ് ദ എർത്ത് വെർ ഷെയിൽ ഗ്യാസസ് അവൈലബിൾ ആണോ? അല്ല. സെർച്ച് ഓഫ് ദ എർത്ത് ലൈക്ക് പ്ലാനറ്റ് ഇൻ ഔട്ടർ സ്പേസ്. സെർച്ച് ഫോർ മിറ്റിറോയിഡ്സ് കണ്ടെയ്നിങ് പ്രഷ്യസ് മെറ്റൽ ആണോ? അതുമല്ല. ഇതുമല്ല ആക്ച്വലി. സർഫസ് ഓഫ് ദ എർത്തും അല്ല. സോ വാട്ട് ഇസ് ആൻസർ? സെർച്ച് ഫോർ ദ എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ് ഇൻ ദ ഔട്ടർ സ്പേസ്. ഔട്ടർ സ്പേസിലുള്ള എർത്തിനെ പോലുള്ള പ്ലാനറ്റ്സിൻ്റെ സെർച്ചിനെയാണ് ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്ന ഇതിനെ പറ്റി ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള term. So this Goldilocks zone is actually habitable zone ആണ്. പക്ഷെ അവർ ആ ഒരു ഓപ്ഷൻ തെറ്റിയിട്ടിരിക്കുന്നത്. അതായത് സർഫസ് ഓഫ് ദ എർത്തിൻ്റെ എബോവ് എന്നൊക്കെ പണ്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ആൻസർ. ആൻസർ ഇസ് ഓപ്ഷൻ സി. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.